മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക രാജീവ് ശിവനും കൂടെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രന് തോന്നുന്നുണ്ട്, എന്തോ ഒരു ചുറ്റിക്കളി തോന്നുന്നുണ്ടല്ലോ, ഇവരെന്നെ വിട്ട് മാറുന്നില്ല, വീട്ടിൽ പോകാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ, എന്താ കാര്യമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണോന്ന് അറിയത്തില്ല, അവരാണെങ്കിൽ എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നത്. വീട്ടിലോട്ട് പോകാൻ വേണ്ട പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ അലീനെ മാത്രമേ ഉള്ളൂ, അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചൊന്നും അറിയില്ല, അവരെ വിശ്വസിക്കാൻ പറ്റാത്തവരാ എന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നാലും അത് ഞാൻ പോയി അന്വേഷിക്കാം മകളെ എന്നും പറയുന്നുണ്ട് മനു. അങ്ങനെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ്റെ മകളെ എല്ലാവരെയും കൂടെ, നീ മകളല്ലേ, എന്നാൽ ഞാൻ കാണിച്ചു തരാം, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ മകളെ ആരെ കാണും, നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നുണ്ട് എല്ലാവരും കൂടെ. അങ്ങനെ രാജീവിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നീ ഇനി ഈ വീട്ടിൽ നിന്ന് പോകണം, ഇനി പോയില്ലെങ്കിൽ നമ്മൾ ഇറക്കി വിടും, അല്ലെങ്കിൽ എനിക്ക് എന്താ എൻ്റെ സ്വഭാവം നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് അച്ഛനെ നോക്കട്ടെ, അച്ഛൻ വന്നിട്ടേ ഞാൻ പോവുള്ളൂ, അച്ഛനെ എന്നെ ഇവിടെ കൊണ്ടുവന്നേ, അതുപോലെ അച്ഛൻ പറഞ്ഞാലേ ഞാൻ പോവുള്ളൂ. ഒരിക്കലും ഇറക്കി വിട്ടപ്പോഴത്തേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്, പക്ഷേ എന്നെ വീണ്ടും അച്ഛനാ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നിൻ്റെ അച്ഛനോ? എവിടുത്തെ അച്ഛൻ? അത് ഇവിടുത്തെ ഈ പിള്ളേരുടെ അച്ഛനാ, അല്ലാതെ നിൻ്റെ അച്ഛനെന്നല്ലോ, എവിടെ കിടന്നതിനൊക്കെ അച്ഛാന്ന് വിളിക്കാൻ നടക്കുന്നു നീ ഒരു കാര്യം ചെയ്യ്, നീ ആരെ കണ്ടാലും അച്ഛനെന്നാണോ വിളിക്കുന്നത്? ഓർഫനേജിൽ കിടന്ന് വളർന്ന നിനക്ക് ഇത്രയും അഹങ്കാരം കൂടിയത് ഇവിടെ വന്നേ പിന്നെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓർഫനേജിൽ വളർന്നെന്നാലേ എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, അവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് അച്ഛനും അമ്മയും, പക്ഷെ ചിലവർക്ക് അറിയില്ലെന്ന് മാത്രം. ഓഹോ, അപ്പം നിൻ്റെത് അറിഞ്ഞ് വന്നതാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഈ അവസ്ഥയിലാവാൻ കാരണം നീയാ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് മോൻ പറയുന്നുണ്ട്. എന്തെന്നാലും നീ ഇവിടെ നിന്ന് പോവും എന്ന് തന്നെ എനിക്കറിയാം എന്നും പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് കാണാം, അച്ഛനെ പേടിയല്ലേ നിങ്ങൾക്ക്, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വരാൻ നിൽക്കുന്നത്, നിങ്ങളെ കാര്യം നോക്കി പൊയ്ക്കോ എന്ന് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും എല്ലാവരും കൂടെ അവളെ ബാഗും എല്ലാം എടുത്ത് പുറത്തെറിയാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അടിക്കാൻ വേണ്ടി ഒതുങ്ങുമ്പോഴത്തേക്കും അവരാണെങ്കിൽ എല്ലാവരും ഒതുങ്ങി ഒരു സൈഡിൽ നിൽക്കുക. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, നീ പോവോ ഇല്ലയോ? അപ്പോഴത്തേക്കും പറയുന്നത്, ഇല്ല ഞാൻ പോവില്ല. അങ്ങനെയാണെങ്കിൽ കാണിക്കാം, ഞാൻ എന്താ ചെയ്യുന്നത് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അടിക്കാനൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് അലീന അവിടെ നിന്ന് കുപ്പിയെടുത്ത് ജനലിട്ട് ഉടച്ച് കാണിക്കുന്നുണ്ട്, ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാലോ, എൻ്റെ സാധനത്തിൽ എന്തെങ്കിലും സാധനം തൊട്ടിരുന്നാലോ എനിക്കാണെങ്കിൽ ദേഷ്യം വരും, എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല എന്നും പറയുന്നുണ്ട്. എന്താ നിൻ്റെ സാധനം, ഈ ബേനകത്ത് നിനക്ക് എന്തോന്നായിരിക്കുന്നേ സാധനങ്ങൾ, എല്ലായിടത്തും ഞാൻ വലിച്ചെറിഞ്ഞ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതോ എൻ്റെ ബാഗിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അല്ലാതെ നിങ്ങളെ ഒന്നും എടുക്കാൻ ഞാൻ വന്നില്ല, എൻ്റെ ദേഹത്ത് തൊട്ട് നിങ്ങൾ കളിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ അടിക്കാൻ നിങ്ങളാരാ അവകാശം തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്നെ അടിക്കുക മാത്രമല്ല, നിന്നെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്, ആ ഒരു രീതിയാണ് നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പണീ ഒരാളെ കൊല ചെയ്തിട്ടിരിക്കുകയില്ലേ നീ കാരണമല്ലേ അങ്ങനെ ഇതെല്ലാം സംഭവിച്ചത്, ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇവിടെ വീണ്ടും കയറി വന്നിരിക്കുന്നു എന്ന് അലീനയെ വീണ്ടും പറഞ്ഞ് അവരെല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കി വിടുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അലീന പുറത്തിറങ്ങി പോവുകയാണ്. ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചില്ല എന്ന ഒരു സത്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അലീന പോകുന്നത്. അങ്ങനെ ബാക്കിയുള്ളവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ വിളിച്ച് ശിവനടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളവരെ ഇറക്കി വിട്ടിട്ടുണ്ട്, അതിനെ എന്തായാലും ഇനി ഇങ്ങോട്ട് വരില്ല, അത്രയ്ക്ക് ഞാൻ കൊടുത്താ വിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോയല്ലോ, നല്ല കാര്യം, ഇനിയെങ്കിൽ വൈജയന്തിക്ക് ഒരു സമാധാനം കിട്ടട്ടെ എന്ന് ശിവൻ പറയുന്നുണ്ട്. അങ്ങനെ മനു അവിടെ വരുന്നുണ്ട്. മനു ചോദിക്കണം, അലീന എവിടെ? അലീനയോ? അലീനെ ഞാൻ പുറത്താക്കി വിട്ടിട്ടല്ലോ, അവരെ എവിടെയെങ്കിലും പോയി കാണും. എവിടെ പോയി? നിങ്ങളാരാ പുറത്താക്കി വിടാൻ വേണ്ടി? ഇത് ബാലചന്ദ്രൻ നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ല, പക്ഷേ അതുകൊണ്ടല്ലേ ഞങ്ങൾ പുറത്താക്കിയത്. ഇനി എൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നീയും ഇപ്പം അവൻ്റെ വശത്തല്ലേ നിൽക്കുന്നത്, നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന അവൾ ഇനി ഇവിടെ കാണില്ല. അങ്ങനെ വൈജയന്തിയുടെ അടുത്ത് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്.
അവിടെയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനെ കാണാമെന്ന് ഉദ്ദേശിച്ച് നടന്ന് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ബാലചന്ദ്രൻ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നെ അവിടുന്ന് പുറത്താക്കി വിട്ടു. ഞാൻ എന്തായാലും ഇനി ആ വീട്ടിലേക്കില്ല. എന്നെ എല്ലാവർക്കും വെറുത്തു പോയല്ലോ. പിന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ. അച്ഛനും മാത്രമേ ഉള്ളൂ. പിന്നെ കൃഷ്ണമോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല.